ഗൈസ്, നമ്മളിന്നൊരു കൊച്ചു ടെമ്പിൾ വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രങ്ങളിലൊന്നായ തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് അമ്പലത്തിൻ്റെ കവാടത്തിന് മുന്നിലാണ്. നമുക്കിന്ന് അമ്പലത്തിലോട്ട് പോവാം. ഈ അമ്പലം നമ്മളെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പുറക്കളം എന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ കവാടം കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്ത് റോഡുണ്ട്, അതിലേ കൂടെ പോകേണ്ടത്. നമുക്ക് ചെറുതായി ഒന്ന് വഴിതെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ വണ്ടി ബാക്ക് എടുത്തിട്ട് ആ റോഡിലൂടെ പോയി. അപ്പോൾ നമ്മൾ അമ്പലം എത്താറായേ. അപ്പോൾ അമ്പലം എത്തുന്നതിന് മുന്നേ ഉള്ള റോഡാണിത്. വളരെയധികം പഴക്കം ചെന്ന അമ്പലമാണ് തൃക്കൈക്കുന്ന് ശിവക്ഷേത്രം. കോട്ടയം രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഈ ക്ഷേത്രത്തിനുണ്ട്. പഴശ്ശിരാജാവിൻ്റെയും കോട്ടയം രാജാക്കന്മാരുടെയും കുടുംബക്ഷേത്രം കൂടിയാണ് തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം. അപ്പം നമ്മൾ അമ്പലത്തിലെത്തിയേ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ നോക്കുവാന്നേ. വളരെ പഴക്കം ചെന്നതും കൊത്തുപണികളുള്ളതുമായ ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ അമ്പലത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം പറയപ്പെടുന്നത് കോട്ടയം രാജവംശത്തിൽ ഒരു രാജാവിന് എല്ലാ വർഷവും കൊട്ടിയൂർ അമ്പലത്തിൽ ദർശനത്തിനും ചടങ്ങിനുമായിട്ട് പോകാറുണ്ടായിരുന്നു. ഒരിക്കൽ പോകുന്ന വഴിക്ക് തടസ്സമുണ്ടാവുകയും പാമ്പുകളുടെ രൂപത്തിൽ വഴി തടസ്സപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ വർഷം രാജാവിന് ക്ഷേത്രദർശനം പറ്റാത്ത സാഹചര്യമുണ്ടായി. ഈ സമയം അദ്ദേഹം മനസ്സുകൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു അശരീരി ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അശരീരിയിൽ പറയുന്നത്, ഈ ഞാൻ കോട്ടയം നാട്ടിൽ എൻ്റെ തൃക്കൈ കാണുന്ന സ്ഥലത്ത് ഇനി ഞാനുണ്ടാകും. അവിടെ എനിക്ക് അമ്പലം പണിയണം. കോട്ടയം രാജാവ് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വരേണ്ടതില്ല എന്നും. ഒരു ആലിൻ്റെ മുകളിലാണത്രേ തൃക്കൈ കണ്ടത്. അപ്പോൾ ആ ഉയരത്തിലാണ് അമ്പലം പണിയേണ്ടതും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് തൊട്ടടുത്ത ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് 30ഓളം അടി ഉയരത്തിൽ ചുറ്റമ്പലവും പിന്നെ 10 അടി ഉയരത്തിൽ നാലമ്പലവും പിന്നെ 6 അടി ഉയരത്തിൽ ഭഗവാന്റെ ശ്രീകോവിലും പണിതു എന്ന് പറയുന്നു. ആ മണ്ണെടുത്ത ഭൂമിയാണ് കോട്ടയംചിറ. ഇതാണ് തൃക്കൈക്കുന്ന് ക്ഷേത്രച്ചിറ. നല്ല വലിപ്പമുണ്ട്. വലിയൊരു ആൽമരമുണ്ട് ഇവിടെ. നമ്മൾ ചിറക്കൊക്കെ ഒന്ന് ഇറങ്ങി കാലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനും പെരുമാളുമാണ്. കൂടാതെ അയ്യപ്പനും ഭഗവതിയും നാഗസ്ഥാനവും ഗണപതിയും ശ്രീകൃഷ്ണനുമുണ്ട്. നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഞാനൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊഴാൻ പോയിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിച്ചതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങി. പിന്നെ പുറത്തായിട്ട് അയ്യപ്പൻ്റെ ശ്രീകോവിലുണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ശ്രീകൃഷ്ണൻ്റെയും ശ്രീകോവിലുണ്ട്, അവിടെയും കൂടെ ഒന്ന് പോയി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി. ഇപ്പോൾ സമയം 7 മണി ആവാനായിട്ടുണ്ടാവും. പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.